PM-ശ്രീ പദ്ധതിയുടെ സ്വീകരിടുമോ എന്നുള്ളതാണ് ചോദ്യം. സുജയ. PM-ശ്രീ പദ്ധതിയുടെ സ്വീകരില്ല. കാരണം സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും അടക്കം ആകെ 36-ൽ 33 നടപ്പാക്കി കഴിഞ്ഞു. അതിൽ 34-ാമതായാണ് കേരളം ഇപ്പോൾ നടപ്പാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാടും പശ്ചിമ ബംഗാളും അത് രാഷ്ട്രീയ കാരണങ്ങളാലാണ്, അത് വ്യക്തിപരമായ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളുടെ പുറത്താണ് വെസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ തമിഴ്നാടും മാറി നിൽക്കുന്നത് എന്നുള്ളതും ഇതിനകം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ കേരളം കൂടി വരുമ്പോൾ 34-ാമത്തെ സംസ്ഥാനം യൂണിയൻ ടെറിട്ടറി ലിസ്റ്റിലേക്കാണ് കേരളം വന്നു ചേരുന്നത്. അല്ലാതെ കേരളം ആദ്യമായി പോയി വി ശിവൻകുട്ടി എന്തോ കൊടുംപാതകം ചെയ്തു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് 2 വർഷം പിന്നിട്ട് 3-ാം വർഷത്തിലേക്ക് എത്തുമ്പോഴാണ് കേരളം ഇതിൽ സൈൻ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വിശദീകരിക്കുകയും ഇവിടെ ചെയ്തു കഴിഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണനാണ് ഈ സമവായത്തിനായി CPI-യെ അനുനയിപ്പിക്കുന്നതിനായി ഇപ്പോൾ ചുമതല കിട്ടിയിരിക്കുന്ന ആളെന്നാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത് CPI-യുമായി ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യും, LDF-ൽ ചർച്ച ചെയ്യുമെന്നാണ്. ഈ ചർച്ച നടക്കുന്നത് എപ്പോഴാണ്? വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ്. അതായത് തീരുമാനം എടുക്കുന്നത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ചേർന്ന് ആ തീരുമാനത്തിലേക്ക് എത്തി അത് പബ്ലിക് സ്റ്റേറ്റ്മെന്റായി വന്നതിന് ശേഷമാണ് LDF-ൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് റിവേഴ്സ് മെക്കാനിസം ഇപ്പോൾ തുടർഭരണം കിട്ടിയ LDF സർക്കാർ കൊണ്ടുവരികയാണോ എന്ന് ന്യായമായും സംശയം ഉണ്ടാകുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് ആദ്യം ഞങ്ങൾ പ്രഖ്യാപിക്കും, പിന്നീട് ഞങ്ങൾ ചർച്ച ചെയ്യും എന്ന രീതിയിലാണ് LDF-ൽ എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു, കേന്ദ്രവിഹിതം ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത് എന്നത്. ഇതിൽ തന്നെ NEP 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് 2020 മുതൽ തന്നെ പല ഫോറങ്ങളിൽ ഇടതുപക്ഷം വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതിൽ CPIM തന്നെയാണ് CPI-യേക്കാൾ വ്യക്തമായി ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് എന്നതാണ് 2020 തൊട്ടുള്ള ഡൊമൈൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാതെ CPIM-ഉം വി ശിവൻകുട്ടിയും ദേശീയ വിദ്യാഭ്യാസ നയത്തെയും RSS-നെയും BJP-യെയും കേന്ദ്ര സർക്കാരിനെയും എല്ലാം പിന്തുണച്ച് വന്നിരുന്ന ആളുകളാണ്. ഞങ്ങൾ മാത്രമാണ് ഇതിനെല്ലാം എതിർത്തുകൊണ്ടിരുന്നത്, ഞങ്ങളാണ് മിടുക്കന്മാർ എന്ന് കാണിക്കാനായിട്ടുള്ള CPI-യുടെ ഒരു പൊറാട്ട് നാടകമായിട്ടാണ് ഇപ്പോഴുള്ള എതിർപ്പിനെ എന്തായാലും ഞാൻ കാണുന്നത്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിന് മുൻപ് ഈ കാര്യങ്ങളൊന്നും CPI അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന 4 പേർ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം അവിടെ ന്യായമായും വരും. LDF യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യവും അവിടെ വരും. കാരണം ആരും അറിയാതെ ഇതൊക്കെ അങ്ങ് പ്രഖ്യാപിക്കാൻ വി ശിവൻകുട്ടിക്കും മുഖ്യമന്ത്രിക്കും മാത്രമായി ചേർന്ന് അതങ്ങ് സാധിച്ചു എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് LDF-ൽ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് CPI സമ്മതിച്ചു തരേണ്ടി വരും. ഇവിടെ PM-ശ്രീ നടപ്പാക്കുന്നതിനോട് പൂർണ്ണ പിന്തുണ എന്നതാണ് DYFIയുടെ പ്രതികരണവുമായും ഞാൻ ഇന്ന് കണ്ടത്. ഇടത് അധ്യാപക സംഘടനകൾ അതേസമയം തന്നെ തങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നത് നമ്മളിവിടെ കാണുകയാണ്. ഇവിടെ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, ഇത് SSIക്ക് ലഭിക്കാനായിട്ടുള്ള കേന്ദ്ര കുടിശ്ശിക, അതായത് നേരത്തെ ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശിക 1148 കോടിയാണ്. അതോടൊപ്പം നടപ്പ് വർഷത്തിലെ തുക കൂടി ചേരുമ്പോഴാണ് അത് 1466 കോടിയായിട്ട് മാറുക. അപ്പോൾ അതിനാണ് വിദ്യാഭ്യാസ വകുപ്പിന് അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. ഇവിടെ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട കുട്ടികളുടെ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ട തുക അത് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അതിനെ എതിർക്കാൻ എങ്ങനെയാണ് സാധിക്കുക? അവിടെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഞങ്ങൾ പൂർണ്ണമായും അനുകൂലിക്കുന്നു, ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അതേപടി എടുക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനു മുൻപ് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്ത കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ മറന്നുപോകുന്നു? പാഠപുസ്തകങ്ങളുടെ കാര്യത്തിലൊക്കെ വേറെ പാഠപുസ്തകം ഇറക്കുമെന്ന് പറഞ്ഞ ആ നടപടിക്രമങ്ങളിലേക്കൊക്കെ പോയതും ഇതേ സർക്കാരും ഇതേ വിദ്യാഭ്യാസ വകുപ്പും ഇതേ വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതെല്ലാം അങ്ങ് മാറ്റിവെക്കുകയാണ്. എന്നിട്ട് വി ശിവൻകുട്ടി ഒരു വലിയ അപരാധിയാണ് എന്ന ഒരു പ്രതിനിധി സൃഷ്ടിക്കാനാണ്, അല്ലെങ്കിൽ വി ശിവൻകുട്ടി ധർമ്മേന്ദ്ര പ്രധാനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് BJPക്ക് മുന്നിൽ അങ്ങ് മുട്ടുമടക്കി എന്നുള്ള കോൺഗ്രസിന്റെ ഒരു വേർഷൻ അത് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനോട് യോജിക്കാൻ എന്തായാലും കഴിയില്ല. നല്ല മന്ത്രിയാണ് ശിവൻകുട്ടി. അല്ല, വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും എൻഡോഴ്സ് ചെയ്ത് അദ്ദേഹത്തിന് അങ്ങനെ ഓശാര പാടേണ്ട ഒരു സാഹചര്യത്തിലേക്കൊന്നും വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്നത് പ്രായോഗിക നിലപാടാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി എടുത്തത് പ്രായോഗിക നിലപാടാണ്. അല്ലാതെ തത്വശാസ്ത്രപരമായി പ്രത്യയശാസ്ത്രപരമായി CPI പറയുന്ന രീതിയിലാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ കൂടെ CPI ഒന്ന് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ഫിനാൻഷ്യൽ ബർഡനിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടത്, അതേക്കുറിച്ചൊന്നും ഈ 4 മന്ത്രിമാർക്ക് ഒന്നും പറയാനില്ലല്ലോ, മന്ത്രിസഭയിൽ ഒന്നും പറയാനില്ലല്ലോ, പുറത്ത് ഒന്നും പറയുന്നില്ലല്ലോ. ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ സർക്കാർ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ കുറ്റം പറയും, അത് കുറെ വൈകിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് എന്നാ പിന്നെ നമുക്ക് ചെയ്യാം എന്ന് പറയും. അപ്പോഴേക്കും കുറെ സമയം അങ്ങ് കടന്നു പോകും. കുറെ കാര്യങ്ങളുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഇവിടെ ഫിനാൻഷ്യൽ നെസസിറ്റി ഉണ്ട് എന്നത് ധനമന്ത്രി KN ബാലഗോപാൽ വിവിധ വിഷയങ്ങളിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ GST വിഹിതത്തിന്റെ കാര്യത്തിൽ അടക്കം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നതാണ്. അപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നത് വളരെ വ്യക്തമായി അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണല്ലോ നമ്മളെല്ലാവരും. അതൊക്കെ എത്രയോ വട്ടം ചർച്ച ചെയ്തതുമാണ്. ഇവിടെ ഒരു കാര്യത്തിലാണ് ഐറണി നിൽക്കുന്നത്. അത് നേരത്തെ ജിമ്മി ജെയിംസ് പറഞ്ഞത് ശരിയാണ്. കാരണം നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടി വരും. കാരണം NEP 2020 വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ 2020 ഈ പദ്ധതി അനൗൺസ് ചെയ്തപ്പോൾ മുതൽ NEP പ്രാബല്യത്തിൽ വന്നത് മുതൽ ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ 4-4.5 വർഷക്കാലം പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി വിഴുങ്ങേണ്ടി
വരും. കാരണം ഇത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ NEP-യുടെ ഭാഗമായി കൂടി ഈ സ്കൂളുകൾ മാറുകയാണ്. ഇപ്പോൾ എന്താണ് ഈ NEP-യുടെ പോളിസി, എന്താണ് ആ പോളിസിയിലെ പാകപ്പിഴകൾ എന്തൊക്കെയാണ്, അതിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡിയോട് ഞങ്ങൾക്കുള്ള വിയോജിപ്പ് എന്താണ്, അതുപോലെ തന്നെ കരിക്കുലത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഹിഡൻ അജണ്ട എന്താണ്, ഇതാണല്ലോ വിവിധ സൗണ്ട് ബൈറ്റ്സ് ആയിട്ട് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതിനെയെല്ലാം CPIM എൻഡോഴ്സ് ചെയ്യുകയാണോ? ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അതിന്മേലാണ് ഇനിയിപ്പോൾ LDF-ൽ ചർച്ച നടക്കാൻ പോകുന്നത്. പൂർണ്ണമായ നയം മാറ്റമാണോ? നയം മാറ്റം ഇല്ലാതെ എങ്ങനെ ഈ ഫണ്ട് സ്വീകരിക്കാൻ കഴിയും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം LDF ചേർന്ന് അതിനുള്ളിൽ നിന്ന് വരുമെന്നാണ് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ CPI പറഞ്ഞതുപോലെ അവരുടെ നിലപാടിലേക്കൊന്നും എന്തായാലും CPIM-ഉം സർക്കാരും പോകാൻ പോകുന്നില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഒരു പിന്നോട്ട് പോക്ക് എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കില്ല എന്നത് വ്യക്തമാണ്. കാരണം രാജ്യത്തെ 14,500 സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമ്പോൾ കേരളത്തിൽ 336 വിദ്യാലയങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എക്സംപ്ലാർ സ്റ്റേറ്റസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തെ എന്തിനു വേണ്ടെന്ന് വെക്കണം. നേരത്തെ ജിമ്മി ജെയിംസ് പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിൽ അതീവ ദരിദ്രമായ സാഹചര്യങ്ങളിൽ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരുന്ന ഇടങ്ങളുണ്ട്. അവിടെ നിന്ന് അവർ കയറി വരുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് മികച്ചു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെയും ആലപ്പുഴയിൽ സ്കൂളിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണതും കൊല്ലത്ത് കുട്ടി ഷോക്കേറ്റ് മരിച്ചതും സുൽത്താൻ ബത്തേരിയിൽ പാമ്പ് കടിയേറ്റ് വിദ്യാർത്ഥിനി മരിച്ചതും ഒക്കെ സർക്കാർ വിദ്യാലയങ്ങളിൽ തന്നെ നമ്മുടെ ശോഭ കെടുത്തുന്ന സംഭവങ്ങളായി സമീപകാല ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിലുണ്ട് എന്ന വസ്തുത കൂടി കാണേണ്ടതുണ്ട്. അപ്പോൾ SSA ഫണ്ട് മുടങ്ങിക്കിടക്കുന്നത് അത് കിട്ടട്ടെ എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യം പറഞ്ഞത് എന്നതാണ് ഞാൻ കരുതുന്നത്. നല്ല കാര്യങ്ങളെ എതിർക്കുകയും പിന്നീട് അതിന്റെ വക്താക്കളായി മാറുകയും ചെയ്യുന്ന ഒരു ചരിത്രവും എന്തായാലും ഇടതുപക്ഷത്തിന്റെ സമീപകാലത്ത് നമ്മൾ പല വിഷയങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ CPI ജനയുഗത്തിൽ കൂടി വ്യക്തമാക്കിയതുപോലെ നയവ്യതിയാനം ആത്മഹത്യാപരമാണോ, അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുകയാണോ? അല്ല, ആത്മഹത്യയല്ല, ഇത് രക്ഷാശ്രമമാണ്, രക്ഷാപ്രവർത്തനമാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു രക്ഷാപ്രവർത്തനമായിട്ടാണ് വി ശിവൻകുട്ടിയോട് ചെയ്തോളാൻ പറഞ്ഞതെങ്കിൽ അതിനെ നമ്മൾ എന്തിന് എതിർക്കണം എന്നതാണ് എന്റെ ചോദ്യം. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ NEP-യുമായി ബന്ധപ്പെട്ട പാർലമെന്ററി പാനൽ 2025 മാർച്ച് 26-ന് പാർലമെന്റിൽ ഈ വിഷയം ഉയർന്നു വരികയും ഈ ഫണ്ട് 3 സംസ്ഥാനങ്ങൾക്കും ബംഗാളിനും തമിഴ്നാടിനും അതുപോലെ തന്നെ കേരളത്തിനും തടഞ്ഞു വെച്ചിരിക്കുന്നതിനുള്ള ചർച്ചയ്ക്ക് ശേഷം ഒരു കമ്മിറ്റിയൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ പാർലമെന്ററി പാനൽ ഈ 3 സംസ്ഥാനങ്ങൾക്കും ഈ ഫണ്ട് റിലീസ് ചെയ്യണോ എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അതിന്റെ ഒബ്സർവേഷൻസ് കൂടിയുണ്ട്. ഇപ്പോൾ 2100 കോടിയാണ് തമിഴ്നാട് തടഞ്ഞു വെച്ചതിനെതിരെ രംഗത്ത് വന്നത്. അതോടൊപ്പം തന്നെ ദിഗ്വിജയ് സിംഗ് അധ്യക്ഷനായിട്ടുള്ള സമിതിയുടെ റിപ്പോർട്ടിലെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിലാണ് അവർ ഈ പറഞ്ഞിരിക്കുന്നത് 36-ൽ 33 അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ കീഴിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇംപ്ലിമെന്റിംഗ് ദ സ്കീം ആൻഡ് ഡെവലപ്പിംഗ് NEP എക്സംപ്ലർ സ്കൂൾസ് സോ ആസ് ടു ക്രിയേറ്റ് ആൻ ഇക്വലൻസ് ഇൻ അസസ്മെന്റ് ആൻഡ് കരിക്കുലം അറ്റ് ദ നാഷണൽ ലെവൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്യസഭയിൽ ഈ റിപ്പോർട്ട് ടേബിൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരുകളുമായി അമിക്കബിളി ഈ വിഷയം റിസോൾവ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ അമിക്കബിൾ സെറ്റിൽമെന്റ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പാർലമെന്ററി പാനൽ ദിഗ്വിജയ് സിംഗ്, കോൺഗ്രസിന്റെ ദിഗ്വിജയ് സിംഗ് ഹെഡ് ചെയ്യുന്ന പാനൽ കൊടുത്ത റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ഇതിനെ വിമർശിക്കുന്നത് വെറും വിമർശനമാണ്. അത് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ വെറുതെ രാഷ്ട്രീയമായി കൂട്ടിക്കെട്ടി RSS BJP എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവരുടെ സ്ഥിരം ഫോർമുലയാണ്. അതുകൊണ്ട് PM ശ്രീയുടെ ശ്രീയൊന്നും എന്തായാലും കെടാൻ പോകുന്നില്ല. വി ശിവൻകുട്ടി ശരിയായ പാതയിലാണ് എന്നതാണ് എന്റെ അഭിപ്രായം. Meet the editors.